ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ കൊട്ടിയം എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഒരു പുതുതായിട്ടൊരു മാളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ മാളിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളായിട്ട് നമുക്ക് പരിശോധിക്കാം ബാക്കി വീഡിയോ. കൊല്ലം ജില്ലയിൽ കൊട്ടിയം ജംഗ്ഷനിൽ ദേശീയനാട് റാപ്പിഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് അസിസ്റ്റൻറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിർമ്മിക്കുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഷോപ്പിംഗ് മാളും തിയേറ്ററും അപ്പാർട്ട്മെൻറ്റും ഉൾപ്പെടുന്ന 2,50,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഡ്രീംസ് മാൾ നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക്. പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള കേരളത്തിൻ്റെ സഹകരണ മേഖല രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ്. ആ സഹകരണ മേഖലയ്ക്ക് ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് ഡ്രീംസ് മാൾ. ഡ്രീംസ് മാളിൽ 11 നിലകളിലായി ലുലു ഹൈപ്പർ മാർക്കറ്റ്, 300 പേർക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുന്ന ഫുഡ് കോർട്ട്, ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തോടു കൂടിയ 2 സ്ക്രീനുകളും ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റത്തോടു കൂടിയ 1 സ്ക്രീനുകളും ഉൾപ്പെടെയുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ, 3000 സ്ക്വയർ ഫീറ്റ് ഗെയിം സോൺ ഏരിയ, 1500 സ്ക്വയർ ഫീറ്റ് യൂണിസെക്സ് ബ്യൂട്ടി കെയർ ആൻഡ് വെൽനസ് സെന്റർ, കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ അത്യാധുനിക സജ്ജീകരണത്തോടു കൂടിയ 3000 സ്ക്വയർ ഫീറ്റ് കോ വർക്കിംഗ് ഏരിയ, 120 സീറ്റുകളുള്ള ബിസിനസ് ഹാൾ, വിവിധ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഇലക്ട്രോണിക്സ്, ഗാർമെന്റ്സ്, ഫുഡ്വെയർ ഷോപ്പുകൾ, 11 ലിഫ്റ്റുകൾ, 2 എക്സിലേറ്ററുകൾ, 2 ട്രാവലേറ്ററുകൾ, 10x5 മീറ്റർ വിസ്തൃതിയുള്ള LED സ്ക്രീൻ, 300 കാറുകൾ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവ ഡ്രീംസ് മാളിലുണ്ട്. KFC, HP World, അഷ്ടമുടി ബ്യൂട്ടി കെയർ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകൾ മാളിലുണ്ടാകും. ഇതോടൊപ്പം 1450 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള 2BHK ഫ്ളാറ്റുകൾ 12 എണ്ണവും 1800 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള 3BHK ഫ്ളാറ്റുകൾ 12 എണ്ണവും ഡ്രീംസ് അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പ്രത്യേക പാർക്കിംഗ് സൗകര്യം, ഡ്രൈവ് വേ, ലോബി, സ്വിമ്മിംഗ് പൂൾ, ജിം, യോഗ ഹാൾ തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങളും അപ്പാർട്ട്മെന്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊട്ടിയം മാൾ ഇവിടെ വരുന്നതിനെ കുറിച്ച് നമ്മളെ ഇവിടുത്തെ ഓട്ടോ ഓടുന്ന മാമാരുണ്ട്, അവരുടെ നമുക്ക് എന്താ ചോദിക്കാം. ചേട്ടാ, നമ്മളെ കൊട്ടിയത് ഈ മാൾ വരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തുവാ? കൊട്ടി നമ്മൾ ഇങ്ങനത്തെ വലിയ മാൾ വരുന്നതിനെ കുറിച്ച് എന്തൊക്കെ മാള് വരുന്നതിനകത്ത് 2-3 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ജനങ്ങൾക്ക് തൊഴിൽ കിട്ടും. ഒന്നാമത്തെ കാര്യം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് സുഭിക്ഷമായിട്ട് വില കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാളാണ് നിലവിൽ യൂസഫ് അലി സാറിൻ്റെ മാള്. സ്വാഭാവികമായിട്ടുള്ള കേസ് തന്നെയാണ്. കാരണം ഞാൻ വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെയൊക്കെ നിറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിലേക്ക് പർച്ചേസ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നെ എപ്പോഴും ഓഫർ ഉണ്ടാവും. മറ്റേ ഒരുപാട് ചെറിയ സ്ഥാപനങ്ങളുണ്ട്, അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും ശരി തന്നെ സാധാരണപ്പെട്ടവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. സാധാരണപ്പെട്ട ആൾക്കാർ ഇതിനകത്ത് വരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ വലിയ മാളിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ എമൗണ്ട് വരുമെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, അവർ വരാതിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതുപോലുള്ള വലിയ മാളുകളിലാണ് ജനങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യേണ്ടത്. എപ്പോഴും അതിനകത്ത് കൂടുതൽ ആൾക്കാർക്ക് നല്ല സാധനങ്ങൾ കളക്ട് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം. പിന്നെ മാത്രമല്ല, ഈ മേഖല തന്നെ വലിയ ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്ന സ്ഥലമാണ്. കാരണം സ്ഥലങ്ങൾക്ക് വില വർദ്ധിപ്പിക്കും, വില വർധന ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് സാധാരണപ്പെട്ടവർക്കൊരു തൊഴിൽ സ്ഥാപനമല്ലേ. കാരണം എത്രയോ സ്ഥലങ്ങളിൽ യൂസഫലി സാർ ഇത് ചെയ്യാറുണ്ട്. കാരണം തൊഴിൽ കൊടുക്കാറുണ്ട്. വിദേശത്ത് രാജ്യത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 പേരുണ്ടെന്നുണ്ടെങ്കിൽ 250 പേരുടെ അവിടുത്തെ സ്വദേശികൾക്ക് കൊടുക്കും. ബാക്കിയുള്ളത് വിദേശത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അപ്പം അതുപോലെ ഇവിടെയും ഉള്ള ഒരുപാട് ആൾക്കാർക്ക് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജോലി സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അത് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് കൊല്ലത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം കൊട്ടിയമാണ്. കാരണം എല്ലാ മേഖലകളിലും യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടായാലും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ 24 മണിക്കൂറും അവരുടെ സേവനം ഇവിടെ ഉണ്ട് എന്നാണ്. അത് മാത്രമല്ല, ഇവരെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് രാത്രി കാലങ്ങളിൽ ഒപ്പിട്ടിട്ട് കിടന്നിട്ടാണ് ഇവർ ഓടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പോലീസിന് തന്നെ ഒരു വലിയ സംരക്ഷണമാണ് നിലവിൽ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളെന്ന് പറയും. ഇപ്പം ഞാൻ ഇതുപോലെ തന്നെ ഇവിടുത്തെ 98 കാലം തൊട്ട് ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഞാനിത് പറയാൻ കാര്യം. പിന്നെ ഇവരുടെയൊക്കെ കുടുംബങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് എന്ത് ചെയ്യാണ്, ജോലി ചെയ്യാനുള്ള സാധ്യത ചിലപ്പോൾ ജോസഫ് സാർ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു, അല്ലേ? നിങ്ങളെ കാഴ്ചപ്പാട് എങ്ങനെയാ? അവനുമല്ല നല്ലത് തന്നെ. കൊട്ടിയത്തിന്റെ അഭിമാനമാണ് ഈ ഡ്രീം മാൾ എന്ന് വരുന്ന സ്ഥാപനം. അതിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. ഇങ്ങനെ ഒരു മാള് വരുമ്പോൾ നിങ്ങളെ ഇവിടെ ഒരു മാള് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് ഓട്ടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വന്നു കഴിയുമ്പോൾ ഒന്നാമത് കുട്ടിയത്ത് സ്റ്റാൻഡില്ല. സ്റ്റാൻഡ് വരുമ്പോൾ ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് കുറേ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതം മുമ്പോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ലുലുവും മറ്റുള്ള 3 സിനിമാ തിയേറ്ററും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടം വർദ്ധിക്കും. അപ്പോൾ അതിൻ്റെ തലന്തരിലാണ് മുന്നോടിയായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ നിന്ന് ക്യാൻസലായി പോയതാണ്. അപ്പോൾ വീണ്ടും നമ്മളിവിടെ ഓട്ടോ കൊണ്ടിട്ട് പാർക്ക് ചെയ്യുകയാണ്. ഇതിനകത്തൊരു 2, 3, 5, 6 വണ്ടി ഇടാനുള്ള സൗകര്യം കൂടെ അവർ തന്നു കഴിഞ്ഞാൽ
ഞങ്ങളുടെ ജീവിതം ഒരുപാട് മെച്ചപ്പെടും. ഈ റോഡ് പണിയൊക്കെ വന്നതിന് ശേഷം റോഡ് പണിയുന്നതിന് ശേഷം ഞങ്ങൾക്ക് ആർക്കും ഓട്ടമൊന്നുമില്ല. ഇവിടെയൊക്കെ സ്റ്റാൻഡില്ല, റോഡ് മൊത്തം പൊടിയും പൊടിവെള്ള ആളുകൾക്ക് നിൽക്കാനുള്ള ബസ് സ്റ്റോപ്പില്ല, തങ്ങാനുള്ള സ്ഥലങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ ഡ്രീം മാൾ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അകത്തൊരു 10-5 വണ്ടി ഇടാനുള്ള സൗകര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള തൊഴിലാളികളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കും. പുറത്തുള്ള 5 വണ്ടി അകത്തോ ഓട്ടം പോകുമ്പോൾ ഒരു വണ്ടി അകത്തോട്ട് പോകും. അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അധികാരികളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് നോക്കട്ടെ എന്നിങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ട് നമ്മൾ പറയുന്നില്ല. ഈ മാള് വരുന്ന സമയത്ത് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ഒരു 3-4 വണ്ടി ഇടാനുള്ള സൗകര്യം കൂടെ നമ്മുടെ യൂസഫ് അലി സാറ് സംഘടിപ്പിച്ചു കൊടുക്കുന്ന വലിയ കാര്യമാണ്. ഈ മാളിനകത്ത് തന്നെ ഇടാനുള്ള സംവിധാനം. കാരണം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് വണ്ടി വിളിച്ച് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് വണ്ടികൾ വേണ്ട, ഒരു 3-4 വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ആ വണ്ടി പോകുന്ന സമയത്ത് പുതിയ വണ്ടികൾ എന്ത് ചെയ്യാം, ഓട്ടം കിട്ടേണ്ട വണ്ടികൾ വീണ്ടും അവിടെ വന്ന് കിടക്കും. അപ്പോൾ അതൊരു വലിയ കാര്യമായിരിക്കും. അപ്പോൾ അവർക്കൂടെ സംരക്ഷണം കിട്ടുന്ന രീതിയിലുള്ള ഇതാണെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷമായിരിക്കും. അതുകൊണ്ട് തന്നെ നടക്കുമെന്ന് നമുക്ക് തന്നെ കരുതാം.